ഇന്ന് രാവിലെ തന്നെ ഞാൻ മുറ്റടിച്ച് വരാൻ വന്നിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഞാൻ രാവിലെ തന്നെ മുറ്റടിക്കാറില്ല, പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുറ്റടിക്കാറ്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ചോറൊന്നും ഉണ്ടാക്കാനില്ല. ഞങ്ങളവിടെ അടുത്ത് മൂടാൽ ഒരു ദർഗാ ഷെരീഫുണ്ട്. അപ്പോൾ അതിൻ്റെ ആണ്ട് നേർച്ചയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് നെയ്ച്ചോറ് കിട്ടും. ആ ദർഗാ ഷെരീഫിൻ്റെ വിശ്വാസപ്രകാരം അവിടെ ഒരു രൂപ ചില്ലറ ഇട്ട് നേർച്ച ആക്കിയിട്ട് നമ്മൾ എന്ത് വിചാരിച്ചാലും അത് സാധിക്കും എന്നാണ് കേട്ടോ അവിടുത്തെ വിശ്വാസപ്രകാരം. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ബസ്സിൽ നിന്നായാലും ബൈക്കിൽ നിന്നായാലും ഒക്കെ ചില്ലറ പൈസ ഇടും. അപ്പോൾ അവിടെ ചില്ലറ പൈസകളാണ് അധികം ഉണ്ടാവാറ് കേട്ടോ. അങ്ങനെ അവിടുത്തെ നേർച്ചയാണെന്ന്, അതുകൊണ്ട് തന്നെ ഇന്ന് നെയ്ച്ചോറാണ്. ആ മക്കാമിന് കിലുകട്ടയാറം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് വിശ്വാസം ഉള്ള കാരണമാണ് അത് ഇത്രയും വലുതായി ആളുകൾ അതിനെ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പൊതുവേ ചോറും കറിയും ഉണ്ടാക്കാൻ ആളായിട്ടും ഡ്യൂട്ടി. അപ്പോൾ പിന്നെ അധികം പണികളൊന്നും ഇല്ലാത്ത കാരണം ഇന്ന് കുറച്ച് കൂടുതൽ റെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറിയല്ല, അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ കുറേ കുസൃതികളുണ്ട് കേട്ടോ. റോട്ടുമ്മക്ക് ഓടുകയാണ്. ഞാൻ മുറ്റത്തുനിന്ന് അടിച്ചോരി നേരെ റോട്ടുമ്മക്ക് കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ കൂട്ടി വെക്കുകയാട്ടോ ചെയ്യുക. മാഷാ അല്ലാ, അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു ബർക്കത്താന്നൊക്കെ പറയും. നല്ല നെയ്ച്ചോറായിരുന്നു, നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറായിരുന്നു. ആ നെയ്ച്ചോറ് കണ്ടപ്പോൾ തൊട്ടിട്ട് മാലിക്കിന് ഒരു വെപ്രാളായിരുന്നു അത് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. ബിരിയാണി മാമു എന്ന് പറയുന്നുണ്ട് കേട്ടോ അവന്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഉമ്മയും ഓനും കൂടി കഴിക്കാൻ വേണ്ടി കണ്ട് പോവാൻ നിന്നിട്ടാണ്. അങ്ങനെ ഞാനും കുറച്ച് കഴിച്ചിട്ടാണ്, ചൂടോടുക്ക് കഴിച്ചിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ചിക്കനൊക്കെ വൃത്തിയാക്കിയത് അത് കഴിഞ്ഞിട്ടാട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കന് പൊരിച്ച് കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി വെക്കുകയും ചെയ്ത്. അപ്പോൾ ആ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കൂട്ടിയിട്ട് ആ നെയ്ച്ചോറ് ഒരു പിടിയുണ്ട് പിടിച്ചിട്ടാ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.